ഹലോ. അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. ആ കുഞ്ഞു വീഡിയോയ്ക്ക് അങ്ങോട്ട് പോയാലോ? അപ്പോൾ അമ്മ ഇപ്പോൾ ഒരു 2-3 ദിവസമായിട്ട് ഇവിടെ ഉണ്ട്. അമ്മയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഉള്ള പരിപാടി എന്ന് പറഞ്ഞാൽ അമ്മേനെ ഒന്ന് നോക്കുക. ആദ്യം ഇതിൻ്റെ മരുന്ന് കൊടുക്കണം കേട്ടോ. എന്തിൻ്റെ വെച്ചിട്ടാണ്, തൈറോയിഡിൻ്റെ മരുന്ന് ആദ്യം കഴിക്കണം. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആ വൈപ്സ് കൊണ്ട് കണ്ണൊക്കെ ഒന്ന് തുടച്ചു കൊടുത്തു. എന്നിട്ട് നമ്മൾ ഇൻസുലിൻ വെച്ചു. രാവിലെ വെക്കേണ്ട ഇൻസുലിൻ വെച്ച് കഴിഞ്ഞു. ഇനി അതിൻ്റെ ഇടയിൽ മരുന്ന് ഒറ്റിക്കാനുണ്ട് കേട്ടോ. ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞത് കാരണം കൊണ്ട് തന്നെ 2 തുള്ളി മരുന്നുണ്ട് കേട്ടോ. ഒരു തുള്ളി മരുന്ന് 40 ദിവസം ഒറ്റിക്കേണ്ടതും ഓരോ തുള്ളി വെച്ചിട്ട് 2 നേരം ഒറ്റിക്കണം കേട്ടോ. മറ്റേത് 1 മാസമൊക്കെ ഒറ്റിക്കാനുള്ളതാണ് തോന്നുന്നു. എത്ര മാസം എന്നുള്ളത് കാണാനില്ല. 7 ദിവസം എന്ന് കാണാണ്ട്. അതും 40 ദിവസത്തിന് തന്നെയാണ് തോന്നുന്നു. അപ്പോൾ ഒരു തുള്ളി വീതം 6 നേരം ഒറ്റിക്കണം കേട്ടോ. 7 ദിവസം 6 നേരം ഒറ്റിക്കണം. പിന്നെ 5 ദിവസം അങ്ങനെ 5 നേരം അങ്ങനെ 7 ദിവസം അങ്ങനെയൊക്കെ ഒറ്റിക്കണം കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ഇൻസുലിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ ഫുഡ് കൊടുക്കണം. അപ്പം ഞാൻ ഇന്ന് റാഗിയും കുറച്ച് ഇതും കൂടി ഉണ്ടാക്കിയിട്ട് ഗോതമ്പ് കൂടി പെനച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നൂൽപുട്ട് ഉണ്ടാക്കുക. അപ്പം നിങ്ങളുടെ അവിടെയൊക്കെ ഉണ്ടോ ഗൈസ്? ഇത് ഈ ചുമരിൻ്റെ മുകളിലേക്കിട്ടോ വെള്ളം ഇങ്ങനെ വരും. അടുക്കളയിലാണ്. നിങ്ങളുടെ അവിടെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കുറച്ചായി, മഴ തുടങ്ങിയപ്പോൾ തുടങ്ങിയതാണ് കേട്ടോ ഇങ്ങനെ വെള്ളം കാണൽ. ഒന്ന് വെണ്ടയ്ക്ക തോരൻ വെക്കണം. അപ്പോൾ കുറച്ച് എടുത്തിട്ട് വെണ്ടയ്ക്ക മുറിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ റാഗി നൂൽപുട്ടൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. റാഗി കുറച്ച് ഗോതമ്പ് പൊടിയും കൂടിയും കൂട്ടിയിട്ടുണ്ട്. കുറച്ച് റാഗി പൊടി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാനും അത് തന്നെയാണ് ഇന്ന് രാവിലെ കഴിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ വേറെ കാര്യമായിട്ടൊന്നുമില്ല. ഇപ്പോൾ പൊടികളൊന്നും ഇല്ല കേട്ടോ. ഒന്ന് വാടി വരുമ്പോഴാണ് ഞാൻ ഇതിന് പൊടികളൊക്കെ ഇടാറ് കേട്ടോ. വെണ്ടയ്ക്കൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങോട്ട് അടച്ച് വെച്ച് വേവിച്ചാൽ അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഉപ്പ് പൊടി പാക്കറ്റ് കൊടുക്കും. ഇവിടെ പൊടിപ്പ് കൊണ്ടുവരില്ല കേട്ടോ, കല്ലുപ്പ് തന്നെ കൊണ്ടുവരുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് പൊടിച്ചെടുക്കുമ്പോൾ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, ഈർപ്പമുണ്ട് കേട്ടോ ഇതിൽ. അപ്പോൾ കുറച്ചിങ്ങനെ കഴിയുമ്പോഴേക്കും അതൊക്കെ ഇങ്ങനെ വെള്ളം പോലെ ആയിട്ട് ഇങ്ങനെ വരും കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ഉപ്പേരിയൊക്കെ കണ്ടില്ലേ ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കട്ടെ. ഞാൻ അതിൽ പറഞ്ഞില്ലേ കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ. അപ്പോൾ അതവിടെ ഇറക്കി വെച്ചു. ഇനി നമുക്കൊരു പ്ലെയിനായിട്ട് ചട്ടി വെച്ച് കൊടുക്കുക കേട്ടോ. ഒരു ചട്ടി ചൂടാക്കി കൊടുക്കുക. അതിലേക്ക് നമ്മളിപ്പോൾ മിക്സിയിൽ അടിച്ച് വെച്ച ഉപ്പില്ലേ അതുകൊണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം ഇങ്ങനെ കട്ട കുത്തിയിട്ട് വെള്ളം നനവ് പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ ഇത് കുറച്ച് നേരം ഇങ്ങനെ വറുത്ത് കഴിയുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. ഉപ്പിലൊട്ടും വെള്ളമില്ലാതെ കുറേ കാലം സൂക്ഷിച്ച് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കുക. നിങ്ങൾ ചെയ്യുന്നുണ്ടാവും ചിലപ്പോൾ, എനിക്കറിയില്ല. ഞാനിവിടെ ഉപ്പ് വാങ്ങാത്തതുകൊണ്ട്, പൊടിപ്പ് ഇങ്ങനെ വാങ്ങാത്തതുകൊണ്ട് ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ കട്ടകളൊക്കെ നമ്മളിങ്ങനെ ഉടച്ചു കൊടുക്കണം. എന്നിട്ട് ഇങ്ങനെ ഇളക്കുക തന്നെ. അപ്പോൾ നമുക്കിങ്ങനെ പുട്ടുപൊടി പോലെ ഇങ്ങനെ കിട്ടും കേട്ടോ ലാസ്റ്റ്. ഇപ്പോൾ കണ്ടില്ലേ ഏകദേശം നമ്മുടെ ഉപ്പൊക്കെ ഇങ്ങനെ വെള്ളമയൊക്കെ പോയി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് കൂടുതൽ കാലം ഇങ്ങനെ ഉപ്പ് വെള്ളം ഒന്നും പൊട്ടാതെ ഇരിക്കും. അപ്പം ഇനി നമുക്ക് എങ്ങനെ ചോറ് വെക്കാമെന്ന് നോക്കട്ടെ. ചോറ് വെക്കാൻ എല്ലാവർക്കും അറിയാമല്ലേ, പക്ഷെ നമുക്ക് കുക്കറിൽ എങ്ങനെ ചോറ് വെക്കാമെന്ന് നോക്കാം. ഇത് റേഷൻ കടയിലത്തെ അരിയാണ് കേട്ടോ. എൻ്റെ മോനും അവന് സ്കൂളിൽ നിന്ന് കിട്ടിയായിരുന്നു, ചെറിയ ആൾക്ക് സ്കൂളിൽ നിന്ന് അരി കിട്ടിയായിരുന്നു കേട്ടോ. ഒരു ദിവസം കൊടുന്നിട്ട് ആകെ പെട്ടു. വയ്യാണ്ട് ഏറ്റിട്ടേ വരാൻ വയ്യാണ്ട്. അപ്പോൾ കുക്കറിന് അരപ്പാത്രം വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും കുക്കറിൽ ചോറ് വയ്ക്കുമ്പോൾ ഈ വിസിൽ ഊരിയിട്ട് നമ്മളൊന്ന് ഊതി കൊടുക്കണം കേട്ടോ. വായ വെച്ചിട്ട് തന്നെ ഈ വിസിൽ കൂടെ ഇവിടുത്തെ കൂടെ ഒന്ന് ഊതി കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ബാക്കിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിസിലിൻ്റെ ബാക്കിലില്ലേ ഇതാണ്ടോ, ഇതിൻ്റെ അടിയിൽ വല്ല കരടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഈ ഓട്ടയിൽ തടഞ്ഞ് നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ് എപ്പോഴും നമ്മൾ ഇതൊന്ന് എടുക്കുമ്പോൾ ഒന്ന് ഊതി കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിതാ വെള്ളം അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം കുറച്ച് കൂടുതലാണ് തോന്നി. അരപ്പാത്രം വെള്ളം വേണ്ടുള്ളൂ കേട്ടോ. ഈ നമ്മൾ അരി ഇടുമ്പോൾ 1 ഇഞ്ച് 1.5 ഇഞ്ച് മേലെ വെള്ളം നിന്നാൽ മതി കേട്ടോ നമ്മുടെ അരിക്ക്. അതാണ് നല്ലത്. ഇല്ലെങ്കിൽ കൂടുതൽ വെള്ളമാകുമ്പോൾ അങ്ങനെ തെറിച്ച് വെള്ളമൊക്കെ പുറത്തു കൂടെ പോയി ആകെ അലങ്കോലാവും കേട്ടോ അടുക്കള.
എന്തായാലും ചിലപ്പോൾ കുറച്ച് വെള്ളമൊക്കെ പോകും കേട്ടോ, പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ ഈ റേഷനരി ആയതുകൊണ്ട് തന്നെ ഒരു 3 വിസിലടിച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുത്ത് വയ്ക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ പൊടിയുപ്പ് കണ്ടില്ലേ, ഞാൻ കുപ്പിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറൊക്കെ ആയിട്ടോ, ഒരു 3 വിസിൽ വന്നപ്പോൾ ഞാൻ അത് ഓഫാക്കി വെച്ചു. അപ്പോൾ ഗ്യാസ് പോയോ നോക്കുക, എന്നിട്ട് നമുക്ക് മാത്രം ഇത് കുക്കറിൻ്റെ മൂടി തുറന്നാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കുക്കറിൻ്റെ മൂടി തുറന്നു. അപ്പോൾ നമുക്ക് ഒട്ടും വെള്ളമയൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഒന്നില്ലെങ്കിൽ പച്ചവെള്ളം അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചിട്ട് ഇത് ഊറ്റണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ പച്ചവെള്ളം തന്നെയാണ് ഒഴിക്കണത്. ഞാൻ പച്ചവെള്ളം തന്നെ ഒഴിക്കാറ് കേട്ടോ. ഒട്ടും വെള്ളമൊന്നും ഇങ്ങനെ തങ്ങി നിന്ന പോലെ ഒന്നും ആവില്ല കേട്ടോ ചോറിൽ. അടിപൊളി ചോറ് തന്നെയാവും. നമ്മൾ സാധാ അടുപ്പിൽ വെച്ച് വാർക്കണ ചോറ് പോലെ തന്നെ കിട്ടും കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കണമെന്ന് കരുതണ്ട, വെള്ളം പൊട്ടുന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് പച്ചവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എല്ലാ ചോറും ഇങ്ങനെ വിടിവിച്ച് കൊണ്ടുവരിക കേട്ടോ. കട്ട കുത്തിയിട്ടുണ്ടെങ്കിൽ ഇനി നമുക്കിത് ഈ ഓട്ടത്തട്ടിക്ക് ഇതിങ്ങോട്ട് മാറ്റാം. ഞാൻ അപ്പോൾ ഇങ്ങനെയൊന്നല്ല, ഇതൊക്കെ പാടെ ഇതിലേക്ക് കൊടുത്ത് ഒഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഫോണ് സ്റ്റാൻഡിൽ വെച്ചിട്ടില്ല, കയ്യിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ചോറ് ഇതാ വെള്ളം കുറച്ചും കൂടി കഴിയുമ്പോഴേക്കും ചോറ് ഫുൾ വെള്ളമൊക്കെ വാർന്നിട്ട് അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ഒഴിച്ച് വെച്ചിറക്കുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് കടക്കാൻ പാടില്ല എന്നല്ല, തല കുമ്പിട്ടിരിക്കണം എന്നാണ് പറഞ്ഞ് നടക്കുന്നത് കേട്ടോ. അതങ്ങനെ ഇരിക്കണ്. അപ്പോൾ ഇവർ പോയിട്ട് ഐസ് മേടിച്ചിട്ട് വന്ന് നടക്കണം, കുൽഫിയൊക്കെ മേടിച്ചിട്ട് വന്ന് നടക്കണം കേട്ടോ. അവർക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൻ പൂതിയാവുക അത്രേ. എന്നിട്ട് എൻ്റെ പല്ലണച്ച പൊട്ടിയിട്ടുണ്ട് ഗൈസ്. ഐസ് ഇട്ടപ്പോഴേക്ക് നന്നായി പല്ല് കോച്ചി. അപ്പോൾ ഒരു കട്ട്ലേറ്റ് വേണം പറഞ്ഞിട്ട് കടയിൽ പോയതാണ്. നോക്കുമ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങില്ല അവിടെ. അപ്പോൾ ഉള്ള ഉരുളക്കിഴങ്ങ് കൊണ്ട് ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ, മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ 2-3-4 കാടമുട്ട ഇരിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അത് നല്ല ഇഷ്ടമല്ലേ. അപ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ കൂടെ വെച്ചിട്ട് ഉണ്ടാക്കുക. ഇത് സോയാബീനാണ് കേട്ടോ. ഞാൻ കുറച്ച് സോയാബീൻ ഉണ്ടായിരുന്നു, അതൊക്കെ പാടെ എടുത്തിട്ടിട്ട് ഒരു കട്ട്ലേറ്റാണ് ഉണ്ടാക്കിയിട്ടോ. രുചിയൊക്കെ ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. കട്ട്ലേറ്റൊക്കെ അടിപൊളിയായിരുന്നു. ആ ഉണ്ട പോലെ ഇരിക്കുന്നതിൻ്റെ ഉള്ളിൽ കോഴിമുട്ട അല്ല കാടമുട്ടയാണ് കേട്ടോ. കണ്ടില്ലേ, കാടമുട്ട വെച്ചിട്ട് അതങ്ങോട്ട് ഉരുട്ടിയെടുത്തിറക്കുകയാണ്. അപ്പോൾ മിന്നു അവരൊക്കെ വലിയ കടയിൽ പോവുക പറഞ്ഞിട്ട്, ഞാൻ ഇല്ല എന്നാൽ ഈ ഏട്ടൻ്റെ കൂടെ കടയിൽ പോയിട്ട് പറഞ്ഞിട്ട് അവർ മേടിച്ചു കൊടുന്ന കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കി വെക്കലേ കാണുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഇവിടെ കഴിക്കാൻ ഇവിടെ പൊരിഞ്ഞിട്ടായിരിക്കണത്. അപ്പോൾ ഞാൻ അവിടെ മിന്നു അപ്പോഴേക്കും വീട്ടിൽ പോയി കേട്ടോ. മിന്നുവിന് ഞാൻ 2-3 കൊടുത്തയച്ചു. അപ്പോൾ അധികമൊന്നുമില്ല, കുറച്ച് തന്നെ ഉള്ളൂ. അപ്പോഴേക്കും ഇവിടെ ഒരാൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഇടയിൽ കൂടെ കൈ കൊണ്ട് വരുന്നുണ്ടായിട്ട് ഞാൻ പൊട്ടിച്ചു എന്ന് കണ്ടപ്പോൾ ഞാൻ ഉണ്ടാക്കി വെക്കലേ കാണുള്ളൂ. അപ്പോഴേക്കും കഴിക്കൽ കഴിയും കേട്ടോ. ചിലപ്പോൾ നല്ല ഇഷ്ടമാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ പൊറോട്ടയൊക്കെ കൊടുന്നു കേട്ടോ. അപ്പോൾ ഞാനൊരു പൊറോട്ടയൊക്കെ എടുത്ത് കഴിച്ചു. പിന്നെ ഒരു മഞ്ച് മിഠായിയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ ബൈ, താങ്ക് യു.